ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെയാണ്. ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടു പാലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ശിഷ്യന്മാർക്ക് പൗരോഹിത്യ സ്ഥാനം കൊടുത്തപ്പോൾ അല്ലെങ്കിൽ കാശീശയാക്കിയപ്പോൾ കർത്താവ് അവരുടെ തലയിൽ കൈവെപ്പ് കൊടുത്തില്ല. അതിൻ്റെ കാരണമാണ് പലരും ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. നമ്മുടെ ചില അച്ഛന്മാർ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്, കർത്താവ് ശിഷ്യന്മാർക്ക് കൈവെപ്പ് കൊടുത്തു, ശിഷ്യന്മാർ മറ്റുള്ളവർക്ക് കൈവെപ്പ് കൊടുത്തു. കർത്താവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് ഒലിവുമലയിൽ വെച്ച് കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. അത് അവരെ മെത്രാപ്പോലിത്തന്മാരാക്കി ഉയർത്തി എന്നതിൻ്റെ സൂചനയായിട്ടാണ് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ കാശിഷ്യന്മാരാക്കിയപ്പോൾ, കാശിശോ സ്ഥാനം കൊടുത്തപ്പോൾ കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതുകയാണ് ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20:20 മുതൽ വായിക്കുമ്പോഴത് കാണാം. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ നിർത്തപ്പെട്ടിരിക്കും. പരിശുദ്ധാത്മാവിനെ ഊതിയാണ് കൊടുത്തത്. ആദമനെ സൃഷ്ടിച്ചപ്പോൾ പിതാവ് അവന് മൂക്കിൽ കൂടി ജീവശ്വാസം ഊതി. അവിടെ പരിശുദ്ധാത്മാവിനെ ആദമന് കൊടുത്തില്ല. പരിശുദ്ധാത്മാവിൽ കൂടി അവന് ദേഹി അല്ലെങ്കിൽ ജീവൻ കൊടുത്തു. അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു എന്നല്ലേ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിന് കൊടുക്കാൻ ഊതിയാണ് കൊടുത്തത്. ഇപ്പോൾ നമ്മളൊരു ഷമ്മാശനാണ്, പൂർണ്ണ ഷമ്മാശന കാശീശ പട്ടം കൊടുക്കുമ്പോൾ കയ്യൊപ്പ് നടത്തുന്നുണ്ട്, അതിൻ്റെ കൂടെ ഊതുന്നുമുണ്ട്, അതിൻ്റെ കൂടെ വിശുദ്ധ കുർബാനയെന്ന് പരിശുദ്ധ റൂഹായെ ആവഹിച്ചെടുത്ത് ആ സ്ഥാനാർത്ഥിയുടെ മേൽ തഴുകുന്നുമുണ്ട്. അങ്ങനെയാണ് ചെയ്യുന്നത്. പഴയ നിയമാനത്തിൽ അഭിഷേകതൈലം ഒഴിക്കുകയാണ്. അഭിഷേകതൈലം ഒഴിക്കുന്നതിന് പകരമാണ് ഈ വിശുദ്ധ കുർബാനയുടെ മുകളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ആവാഹിച്ച് 2 കൈ കൊണ്ടെടുത്ത് തല മുതൽ കീഴോട്ടേക്ക് മേൽപ്പട്ടക്കാരൻ തഴുകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒഴുക്കി കൊടുക്കുക. എന്തുകൊണ്ടാണ് കർത്താവ് അവരുടെ തലമേൽ കൈവയ്ക്കാതിരുന്നത്? അത് ശ്രദ്ധിക്കണം. കർത്താവ് പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമാണ്. അവനിൽ ദൈവത്വവും മനുഷ്യത്വവും ഒന്നിച്ച് സമ്മേളിച്ചിരിക്കുകയാണ്. ദൈവത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും വിശേഷണ പദങ്ങൾ അല്ലെങ്കിൽ വിശേഷങ്ങൾ ഉൾക്കൊണ്ട് തന്നെ ഒരിക്കലും വേറെ വരിയാത്ത വിധം ഒന്നിച്ചിരിക്കുകയാണ്. ആ പരിതസ്ഥിതിയിൽ ദൈവത്വം മാറ്റിവെച്ചിട്ട് മനുഷ്യത്വം മാത്രം, അല്ലെങ്കിൽ മനുഷ്യത്വം മാറ്റിവെച്ചിട്ട് ദൈവത്വം മാത്രം കൊടുക്കാൻ പറ്റില്ല. അത് രണ്ടും പറ്റില്ല. ദൈവത്വം കൊടുക്കാൻ പറ്റില്ല, മനുഷ്യത്വം കൊടുക്കാൻ പറ്റില്ല. കാരണം ഒന്നിച്ചിരിക്കുകയാണ്. ദൈവത്വം ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല, മനുഷ്യത്വം കൊടുക്കാൻ പറ്റില്ല. മനുഷ്യത്വം കൊടുത്താൽ അവർക്ക് കാശീശ സ്ഥാനം കിട്ടുകയില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താം. അപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്വവും മനുഷ്യത്വവും കിട്ടാണ്. അപ്പോൾ ഈ കാശീശോ ഒരു കുട്ടി ദൈവമായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ ദൈവത്വവും മനുഷ്യത്വം ഉൾക്കൊള്ളുന്ന കർത്താവ് ഒരു കൊച്ചു കർത്താവായിട്ട് മാറാണ്. കർത്താവിൻ്റെ പ്രതീതിയല്ല, കർത്താവിൻ്റെ ആയിട്ട് മാറാണ്. അത് പറ്റില്ല.
ഞങ്ങൾ അച്ഛന്മാരൊക്കെ കർത്താവിൻ്റെ പ്രതിനിധികളാണ്. കർത്താവിൻ്റെ പകരം ഞങ്ങൾ വേല ചെയ്യുന്നു, അത് ശരിയാണ്. പക്ഷെ കർത്താവായിട്ട് വേല ചെയ്യുന്നില്ല, കർത്താവിൻ്റെ പകരം വേല ചെയ്യുന്നത്. അപ്പോൾ വീഞ്ഞ് വാഴ്ത്തുമ്പോൾ കർത്താവ് വാഴ്ത്തി എന്ന് പറഞ്ഞ അച്ഛൻ വാഴ്ത്തുന്നത്. അതുകൊണ്ടാണ് കൈവെപ്പ് നടത്തി അവരെ ശിഷ്യന്മാരാക്കാതിരുന്നത്. കാരണം ദൈവത്വം മനുഷ്യത്വം യോജിച്ചിരിക്കുകയാണ്. ദൈവത്വം മാത്രം കൊടുത്താലും കാഴ്ചയാവില്ല, മനുഷ്യത്വം മാത്രം കൊടുത്താലും കാഴ്ചയാവില്ല. ദൈവത്വം മാത്രം കൊടുത്താൽ ദൈവമാവും, മനുഷ്യത്വം മാത്രം കൊടുത്താൽ മനുഷ്യരാവും, അല്ലെങ്കിൽ അവർ മനുഷ്യരാണ്. പക്ഷെ കത്തോലിക്ക സഭയിൽ മറ്റുള്ളവരൊക്കെ 451 കൽക്കീദോസിന് ശേഷം അവർ ദൈവത്വവും മനുഷ്യത്വവും വേറെ പിരിഞ്ഞ് നിൽക്കുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. നമ്മളങ്ങനെ പഠിപ്പിക്കുന്നില്ല. അവർ കൈവയ്ക്കുമ്പോൾ കുഴപ്പമില്ല, കാരണം കൈവയ്ക്കുന്ന പിതാവ് ദൈവവും മനുഷ്യനും അല്ലല്ലോ. പക്ഷെ അവർ പഠിപ്പിക്കുന്നത് ദൈവത്വം മനുഷ്യത്വം വേർതിരിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും തെറ്റാണ്. ദൈവത്വവും മനുഷ്യത്വവും വേർതിരിഞ്ഞിരിക്കുന്ന ഒരു കർത്താവിന് ഒരിക്കലും രക്ഷ നൽകാൻ സാധ്യമല്ല. അത് ഇനിയെങ്കിലും അവർ മനസ്സിലാക്കണില്ല. 140 കോടി ജനമുണ്ട് അവർ. പക്ഷെ വിശ്വാസത്തിനല്ല പ്രാധാന്യം അവർക്ക്, മറ്റ് കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ അവരെ പറ്റി വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പം നമ്മളിത്രയും മനസ്സിലാക്കുക, കൈവെപ്പ് കൊടുത്താൽ കർത്താവ് ശിഷ്യന്മാരുടെ മേൽ തലയിൽ കൈവച്ചാൽ അവൻ്റെ അധികാരം മുഴുവൻ കൊടുക്കുകയാണ്. എൻ്റെ പിതാവ് എന്നെ അയച്ച പോലെ പിതാവ് കൈക്കേണ്ട പുത്രന്. പുത്രൻ ജനിക്കുമ്പോൾ തന്നെ പിതാവിൻ്റെ ദൈവത്വം അവന് കിട്ടിയിട്ടുണ്ട്. കാരണം അവൻ പിതാവിന് ജനിച്ചവനാണ്. പിതാവിനെ ദൈവത്വം കിട്ടിയിട്ടുണ്ട്, അല്ല പുത്രന് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകം കൈവയ്ക്കണ്ട. എന്നാൽ ഇവിടെ കൈവച്ചാലുള്ള അബദ്ധം ഇതാണ്, ദൈവത്വവും മനുഷ്യത്വവും കിട്ടും. അപ്പോൾ ആ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആ കാശീശോ ഒരു കൊച്ച് യേശു ക്രിസ്തുവായിട്ട് മാറും, ദൈവവും മനുഷ്യരുമായിട്ട് മാറും. അത് ശരിയാവില്ല. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരുടെ മേൽ അല്ലെങ്കിൽ തലമേൽ കൈവയ്ക്കാതെ ഊതി അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തത്. മാമോദീസായിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന പോലെ അല്ല. പരിശുദ്ധാത്മാവിന് വിവിധ വരങ്ങളാണുള്ളത്. നമുക്ക് കിട്ടുമ്പോഴേ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുമ്പോഴേ വിവിധ വരങ്ങളാണ്. മാമോദീസായിൽ നമ്മൾ ക്രിസ്തുവിനോട് ചേർക്കപ്പെടുകയാണ്. എന്നാൽ പട്ടംകുട ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിനെ ഊതിയോ കൈവച്ചു കൊടുക്കുമ്പോൾ പാപമോചനം കൊടുക്കാനുള്ള അധികാരവും വിശുദ്ധ ബലി അർപ്പിക്കുന്നതിനുള്ള അധികാരവുമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.